വീട് ഭേഷായിരിക്കണോ ഗുരുദേവ? ഭേഷായിട്ട് നീ പറയുമല്ലോ അല്ലേ? എന്നെ വിശ്വാസം ഇല്ലേ ഗുരുദേവ? സൗഖ്യമാണോ? നിങ്ങളുള്ളപ്പോ ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ ഭട്ടു? ഭട്ടുവാ? അമ്മായി സ്നേഹം കൊണ്ട് വിളിക്കണതാ. വരിക. ഇതാരാ? എന്റെ അനന്തരവനാ, ശിഷ്യനും കൂടിയാ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. വെയില് തലഞ്ഞു വന്നതല്ലേ, ഞാൻ കുടിക്കാൻ സംഭാരം. ആയിക്കോട്ടെ. ഗുരുദേവ, എന്താ ഈ സാധനങ്ങളൊക്കെ നോമ്പ് വാങ്ങി കൊടുത്തതാ. ശരിക്കും പറഞ്ഞാ ഗുരുദേവൻ അങ്ങോട്ട് വഹിച്ചൂല്ലേ? ഈ വേളി കഴിഞ്ഞ് കിട്ടിയാ എല്ലാം എന്റേതാവൂലടോ. ഈയിടെയായിട്ട് ഇത്തിരി തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടൊന്നും കാണാറില്ല. പിന്നെ 6 മണിക്ക് ജോഗിങ്, 7 മണിക്ക് ജിമ്മ്, 8 മണിക്ക് യോഗ. എന്റെ ഗുരുദേവൻ 6 പാക്ക് ആവാനുള്ള ശ്രമത്തിലാ. അതൊക്കെ ഇവിടെ പറയണോ? അങ്ങൊന്ന് വെറുതെ ഇരിക്കുക. ഇത്രയും കാലം അങ്ങ് ബ്രഹ്മചാരിയായിരുന്നു എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ആശ്ചര്യമായിരിക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വേളിക്ക് വേണ്ടി തിരച്ചിലായിരുന്നു അല്ലേ അമ്മായി? അതെ അതെ, കാത്തിരുന്ന് വാർത്തക്കായി. ഏയ് അങ്ങനെയൊന്നുമില്ല. ഗുരുദേവൻ ഇപ്പോഴും യവ്വനല്ലേ? അറിയോ, കഴിഞ്ഞ ആഴ്ച ഒരു പേടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ വേളിപ്പെണ്ണി എന്നെ ഗുരുദേവനോട് പൊളിച്ചോടാൻ തയ്യാറായി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ഗുരുദേവ. ഇതൊക്കെ എന്താ ഇത്ര പറയാൻ? ഇതൊക്കെ പതിവുള്ളതല്ലേ? അമ്മായി കേട്ടിരിക്കും. കേട്ടിട്ടില്ലല്ലോ. എന്നെ ശുണ്ടി ഒടിപ്പിക്കരുതാ. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? ഇതൊക്കെ ഒരു വിദ്യല്ലേ അമ്മായി? ചന്തു എവിടെ? ഇവിടെ ഉണ്ട്. പൂജ കഴിഞ്ഞ് രാമായണം വായിക്കാൻ ഞാൻ വിളിക്കാം. ചന്തു. എടാ ചാരി, ചന്തുവിനെ കുറിച്ച് ഞാൻ എങ്ങനെയാ വർണ്ണിക്കുക? നല്ല പഞ്ചവർണ്ണ കിളിയെ പോലെ ഉണ്ടാവും. ഗുരുദേവനെ കണ്ടാ നോക്കൂത്തേക്ക് മുണ്ടുപിടിച്ചോളുണ്ടാവും. മാച്ച് ആവോ? നിന്റെ നാവ് വരുന്നു. ശിവനെ, ഈ സ്ത്രീക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മായി, ചന്തു വരണുണ്ട്. ഗുരുദേവ, കുട്ടി നോക്കണില്ലല്ലോ. നാണിച്ചിട്ട. ഇപ്പൊ കണ്ടോളൂ. ചന്തു ഇവളോ? എന്താ പറ്റിയേ? അതല്ല ഗുരുദേവ, അത്യാവശ്യം ഒരു പറയാനായിട്ട് പുറത്തോട്ട് വരിക. എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ പറയുന്നുണ്ട്, അങ്ങോട്ട് പുറത്തേക്ക് വരിക. ഭട്ടതിരി നിൽക്കൂ. ചന്തു, നിന്നോട് ഭട്ടതിരിന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഭട്ടു. ശരി ഭട്ടു. ഭട്ടു തന്നെ 2 in 1 സെറ്റ് പാടണില്ല. കാലത്ത് സുപ്രഭാതം കേൾക്കാത്തോണ്ട് ഒരു സുഖമില്ല. അതൊന്ന് നന്നാക്കി കൊണ്ടുവരാൻ അയാളെ ഒന്ന് അയക്കോ? അത്രല്ലേ ഉള്ളൂ. അതോർത്ത് വിഷമിക്കണ്ട, ഇവൻ റിപ്പയർ ചെയ്യും. കാണിച്ചു കൊടുക്കുക. ചെല്ലുക. ഗുരുദേവ, നിക്ക് പറയാനുള്ളതും ഒരു 2 in 1 കാര്യമാ. ആദ്യം ചന്തുവിന്റെ 2 in 1 റിപ്പയർ ചെയ്ത് കൊടുക്കുക. പോവുക. കൃഷ്ണ, എന്താ ഈ കുട്ടി കാട്ടണേ? എന്താടാ നീ പറയാൻ പോകുന്നേ? അതേടാ, വീണ്ടും ഇടാന്ന്. നീ ഭട്ടതിരിയുടെ സ്വിമ്മിംഗ് പൂളിൽ കണ്ട കാര്യം പറയാൻ പോവാ? പിന്നെ പറയാതെ, കളർ ടിവിയും VCR-ഉം 2 in 1 ഒക്കെ ആയിട്ട് എന്റെ ഗുരുദേവനെ ശരിക്കും നക്കിയെടുത്തില്ലേ? പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരി, ചെന്ന് പറ, ഞാനും പറയാം. എന്താ പറയാൻ പോണേ? അതെ, സ്വിമ്മിംഗ് പൂളിൽ വെച്ച് എന്റെ കണ്ണി കണ്ടെടുത്തൊക്കെ തൊട്ടത്, എന്റെ ദേഹത്ത് എവിടെയൊക്കെ മറുകുണ്ടെന്ന് കണ്ടുപിടിച്ചത്. വടാ, നമുക്ക് പോയി പറയാം. ഇതൊക്കെ പറഞ്ഞ എന്റെ ഗുരുദേവന്റെ ഹാർട്ട് അമിട്ട് പൊട്ടണ പോലെ പൊട്ടുവേ. പൊട്ടുവല്ലോ. അപ്പോഴേ നീയും അടയ്ക്കാം, ഞാനും അടയ്ക്കാം. എന്താ അത്? വായ. എന്നാ തുറക്ക. എന്ത്? ഡോറേ. ചാരി, എന്തായി? ഇത് സാധാരണ 2 in 1 അല്ല ഗുരുദേവ, മുന്തിയ ഇനമാണേ. എന്തായാലും സുപ്രഭാതം പാടുമല്ലോ, അത് മതി. ചന്തു, വൈകുന്നേരം റെഡിയായിരിക്കുക. എവിടേക്കാ? വാന്ന് പറഞ്ഞ മനുഷ്യന് സ്വയം തരാതെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. എനിക്ക് പബ് എന്ന് കേട്ടാലേ കലിയ. പബ്ലിക് റൊമാൻസിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ട് നർസി. ഒന്ന് മോഡേൺ ആവടാ. എന്തിനാ ഗുരുദേവ എന്നെ ഈ പ്രച്ഛന്ന വേഷം കെട്ടിച്ച്? ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചാ മതിയോ? ജീവിതം ഒന്ന് ആസ്വദിക്കണ്ടേ? ഈ പബ്ബ് പൂജ ചെയ്തത് നമ്മളല്ലേ? എന്റെ ഭട്ടു, ഈ ഡ്രസ് എനിക്ക് തീരെ ഇഷ്ടായില്ല. ഇതെന്നല്ല, നിനക്ക് തുണിയെ ഇഷ്ടല്ലല്ലോ. എന്റെ ഗുരുദേവ, എനിക്ക് താറെടുക്കാഞ്ഞിട്ട് ഒരു സുഖമില്ല. ഹൈ, ഇവനൊരുത്തൻ. ഇത് ഈ പബ്ബിലെ ഡ്രസ് കോഡാടാ. ധരിച്ചേ പറ്റൂ. വരിക. എന്ത് കോടോ എന്തോ. സർ, ക്യാപ്സ് എന്തിനാ? പബ്ബിന്റെ പ്രൊമോഷന് വേണ്ടിട്ടാ, പ്ലീസ്. നീ എന്തിനാ ഇവിടെ ഇരുന്നേ? ഇരിക്കാൻ പാടില്ലേ? ബിയർ വാങ്ങിട്ട് വരിക. മദ്യപിക്കേ? മോനെ ചാരി, നിനക്ക് ശാസ്ത്രത്തിലുള്ള അറിവ് പുരാണത്തിൽ പോരാട്ടോ. ദേവകൾ എന്താ കുടിക്കുക? സുരപാനം. ദേവകൾ കുടിക്കുമ്പോൾ സുരപാനം, നമ്മൾ കുടിക്കുമ്പോൾ ബിയർ. പോയി വാങ്ങിട്ട് വരിക. എന്തായാലും എല്ലാം പാലത്തിൽ ഒന്ന് തന്നെയാ. എടോ ബാർബോയി, ഒരു ബിയർ ഇങ്ങനെ തരിക. ഇപ്പഴല്ലേടോ താ ഒരു ബോട്ടിൽ അടിച്ചത്. എന്താ കഥ? ഞാനോ ബിയറോ? ആര് കുടിച്ചൂന്നാ? ഇപ്പൊ കുടിച്ചാലേ ഉള്ളൂ. എടോ കൊരങ്ങ, എന്തൊക്കെയാ തനീ പൊലമ്പടേ? ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ വരുന്നതിന് ആദ്യമായിട്ടാടോ. എന്താ കുട്ടി കാണിക്കണേ? അസ്ഥാനത്ത് തോണ്ടേ? ആരാ നീ? ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്ന? എന്റെ സംസാരം ഇങ്ങനെയാ. ദോ ചുമ്പാ, ആ ബിയർ ഇങ്ങനെ തരിക. ഇവക്കും കൊടുക്കാം മദ്യം. ഇത് വലിയ ശല്യമായല്ലോ. അവിടെ നിക്കുക. എന്താടാ
നീ ആരുടെ പിണ്ടം വെക്കാൻ അങ്ങോട്ട് പോണേ? വായിലിടാ നിനക്ക് കോശവൻ. ഇത് പിടിക്കുക, അവിടെ എങ്ങാനും പോയി ഇരിക്കുക. എവിടേക്കാ? നിന്നോട് പറയണോ? എന്താ ദേഷ്യ? അല്ല, സ്നേഹ. സോറി പറയാനുള്ള വരവാന്ന് തോന്നുന്നേ. ഇഡിയറ്റ്. ഒരു ബിയറും കൊടുത്താ. എടോ ഇത് ബിയറാ, പച്ചവെള്ളം അല്ല. വലിച്ചങ്ങ് കേറ്റരുത്. ഇപ്പൊ ഒരെണ്ണം തന്നല്ലേ ഉള്ളൂ. പിന്നെയും വന്നിരിക്കുന്നു. ഇതെല്ലാം എങ്ങോട്ടേ പോണേ? അതോ, അതവിടെ ഇരുന്നൊരു കിളവൻ വാങ്ങിച്ചു കുടിച്ചു. മോന്തയ്ക്കൊന്ന് കൊടുത്താലോ എന്ന് വിചാരിച്ചാ പ്രായത്തോർത്ത് വിട്ടു. അതേതായാലും നന്നായി. നീ ബിയറിട്. കുടിച്ചോളിയാ ഗുരുദേവ നിങ്ങളുടെ ബിയറ്. ഒരെണ്ണം കുടിക്കട്ടടാ, കുടിച്ചു കഴിയട്ടെ. ഇതെന്താ ഏറ്റവും? ഇതാരാ? നിന്റെ അങ്കിളാ? നിനക്ക് സന്തോഷായില്ലേ? ഹീസ് മൈ ഫ്രണ്ട്. ഓ ഐ എം സോറി. കണ്ടാ നിന്റെ അങ്കിളാണെന്നേ പറയൂ. ആ കുട്ടിക്ക് നല്ല ഫലിത ബോധമുണ്ട് ഗുരുദേവ. അവൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ കുട്ടിയെ, എന്താ നിരീച്ചിരിക്കണേ? കാണാനൊരു വൃദ്ധ ബ്രാഹ്മണനാണെങ്കിലും മനസ്സിപ്പോഴും ചെറുപ്പാണേ. നിത്യേന പാല് സേവിക്കണത് അസ്ലി പവറാ. ഓ ഐ എം സോറി അങ്കിൾ. ചന്തു ബൈ. ദരിദ്രവാസി. പുറത്തേക്ക് പോവാ. എന്റെ കാര്യം ഞാൻ ഗുരുദേവ, സ്വർഗത്തിലെ കട്ടറും ബാബാതിരിക്കുക. എന്താ നോക്കണേ? തോണ്ടണോ നിനക്ക്? ഇന്നെന്റെ പ്രശ്നം തോണ്ടിക്കോളാ. What is this? Decency കാണിക്ക്. ഡീസൻസിയോ? ഇവിടെ ആർക്കാതുള്ളത്? കണ്ടില്ലേ തുണി ഉരിഞ്ഞ് ആടുന്നത്? നിക്കിവിടം ശരിയാവില്ല. ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ വേണം പറയാൻ. Stupid fellow. ഇരിക്കവൻ. ഗുരുദേവ, ഇതാണ് ലാസ്റ്റ്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്ന പരിപാടി ഈ ചാരി ഇതോടെ നിർത്തി. അതൊക്കെ ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടൂടാ. കാലും ദുർഗന്ധം ഇപ്പൊ സഹിക്കണ്ടേ? എടാ, പുഴുവിലിട്ട് കഴിഞ്ഞാൽ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്ന് നിർബന്ധം പിടിക്കരുത്. അതല്ല ഗുരുദേവ, വിവരദോഷം പറയാതിരിക്കുക. വിവരദോഷം കാട്ടല്ലേ? ഒന്നും മിണ്ടണ്ട വരിക. ക്ഷമിക്കേ ബാലുബായി, നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോ അനിയൻ മരിച്ചു പോയത് സങ്കടായി. അതിന് അല്ല, ഞാൻ നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ പറഞ്ഞതല്ല കേട്ടോ. എടാ ചാരി, കർമ്മങ്ങൾ തുടങ്ങുക, വേഗം ആയിക്കോട്ടെ. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണ്ണം പ്രസന്നവദനായ സർവവിഘ്നോപശാന്തേ. അതെ, ഈ അരി അങ്ങോട്ട് വാങ്ങുക, ആ ശവങ്ങളുടെ വായിലേക്ക് അങ്ങോട്ട് ഇടുക. ഓം നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം ദാമോദരായ നമഃ. ആ, ഇത് മൂന്നും എടുത്തോണ്ട് പോയി കത്തിച്ച് കളയാ. അല്ലല്ല, നോമ്പ് ഉദ്ദേശിച്ചത് ദഹിപ്പിക്കുക എന്നാണ്. ഇത്ര പെട്ടെന്നോ? വായിക്കരിയിട്ട് തന്നെ ഉള്ളൂ. എന്നാ പിന്നെ അരി വേവിച്ച സാമ്പാറും തോരനും കൂട്ടി ഒരു സദ്യ കൊടുത്തു വിടാം. ബാലുഭായ്, ആ ദക്ഷിണ ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കില്. സക്കീറേ, റൗഡികളാണെങ്കിലും സിനിമാക്കാരെ പോലെ തെണ്ടികളല്ല. കർമ്മം ചെയ്യാമെന്നവനെ കൊലയാളിയാക്കുന്നോടാ പന്നം. എന്താ, എന്തുകൊണ്ടായിക്കൂടാ? നമ്മുടെ ബിസിനസ്സിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഒരു സംശയം വേണ്ടെണ്ണ, ഇവൻ തന്നെയാ ഈ കുടുംബിയാന്നവൻ ക്യാപ്പ് വെച്ച് കവർ ചെയ്തിരിക്കുന്നു. നീ വെറുതെ ചൂടാവണ്ട. ഇതൊരു നിസ്സാര കാര്യമല്ല, സീരിയസ് കാര്യമാ. പൂജാരിയാണെന്ന് കരുതി അവനെ വെറുതെ വിടരുത്. അവന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. എന്നിട്ട് അവിടുന്ന് ഞാൻ നിങ്ങളെ വിളിക്കാം. പാടാ പിള്ളേരെ. ഞാപ്പൂന്റെ അപഹാരം കാണുന്നുണ്ട്. നിങ്ങളുടെ മോൻ എവിടെ? നമ്മുടെ മോനല്ല, ജാതകം നോക്കണ നോമ. അല്ല, നിങ്ങളുടെ മോൻ എവിടെയെന്ന് നോം പറയണത് അങ്ങോട്ട് കേക്ക. പറഞ്ഞോളൂ. നിങ്ങളുടെ ഒന്ന് വീക്ക് ഒന്ന് സ്ട്രോങ്ങാ. ഏത് വീക്ക് ഏത് സ്ട്രോങ്? ശുക്രൻ വീക്ക്, ശനി സ്ട്രോങ്ങാ. ഈ വർഷം നിങ്ങക്ക് ബഹുമോശ. അടുത്ത വർഷം ഇതിനേക്കാളും മോശ. ഈ അടുത്ത കാലത്തൊന്നും എനിക്കൊരു മാറ്റം ഉണ്ടാവില്ലേ? അല്പം മാറ്റം അടുത്ത വർഷ. ഏ, മിക്കവാറും കുത്തുപാള. അച്ഛാ, ആ, ഈ കാപ്പി കുടിച്ചോളുക. താനാരാ? താനോ? അതെ, തന്നെ ഞാൻ എവിടെയോ കണ്ടിരിക്കണു. സുബ്രഹ്മണ്യോ, സുബ്രഹ്മണ്യോ. എടാ ചാരി, അടുത്ത പാഴ്. ഇങ്ങോട്ട് കേറിയിരിക്കുക. എന്താ ഗുരുദേവ, എന്താ ഒരു പാരവശ്യം? ഒരു ശുഭവാർത്ത പറയാനുണ്ട്, ഇങ്ങോട്ട് കേറുക. കോടിക്കണക്കിന് കാശ് കിട്ടുന്ന എന്തോ പരിപാടി ഒത്തിട്ടുണ്ടല്ലോ. കോടിയോ? അങ്ങനെ അങ്ങോട്ട് പോയാ എങ്ങനെയാ? കുറച്ചുകൂടി പറയാണ്ടേ? ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? മനുഷ്യൻ കൈ നോക്കിക്കുന്നത് 4 നല്ല കാര്യം അറിയാൻ വേണ്ടിയാ. ആളെ വടിയാക്കുന്ന ഇഡിയറ്റ്. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ അമ്മായി ഫോൺ ചെയ്തിരുന്നു. എന്തിനാ ഗുരുദേവ? അന്ന് പബ്ബിന്ന് വന്നത് മുതലേ വേളി കഴിക്കണം എന്ന് പറഞ്ഞ അത് ഒറ്റക്കാലി നിൽക്കുക. അപ്പൊ ആ മരം കയറി ഗുരുദേവന്റെ വേളിയാൻ പോവാ. അനുഭവിച്ചോളുക. അമ്മേ, ചാരിയെങ്ങാനും ഇഷ്ടമെന്നറിഞ്ഞാ പട്ടു മിക്കവാറും തൂങ്ങിച്ചാവും. അവൻ പോയി ചാവണമെങ്കിൽ ചാവട്ടെ. അവനെ കുറിച്ച് ആലോചിച്ച് നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. വന്നു എന്നാ തോന്നണേ. വരിക പട്ടു. ചന്തു എവിടെ? അവളവിടെ നാണിച്ചിരിക്കുക. ഞാൻ വിളിക്കാം. ഓഹോ. ചന്തു,
ഇവളെന്തിനാ എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കണേ? ഡാ, പുറത്തു പോവാ. ഞാനൊന്നും ഇവിടെ ഉദ്ദേശിച്ച നിന്നോട്ടെ ഭട്ടു. വേണ്ട ചന്തു, നമുക്ക് മറ്റാരും വേണ്ട. നീയും ഞാനും അമ്മായിയും. നീ പുറത്തു പോയിരിക്ക. രണ്ടുപേരകത്തു പോയി ഒരുത്തൻ വെടിയിൽ വന്നു. ഞാനൊരു പ്രേമത്തിൽ വീഴുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ പെട്ടുപോയി. അക്കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട്. കേൾക്കുമ്പോ നമുക്ക് കൊണ്ടൊരു സംഭ്രമം. നോവ് ഇപ്പൊ വരാ. എടാ ചാരി, വേലി കഴിഞ്ഞോ? ഒരു വല്ലാത്ത അവസ്ഥയാടാ. നമ്മുടെ ഹൃദയം ഇങ്ങനെ വിറയ്ക്കണ പോലെ. പ്രായം കുറെ ആയതല്ലേ, ഉറപ്പായിട്ടും വിറയ്ക്കും. ഡാ, മിണ്ടരുത്. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? അവൻ വന്നു, സംസാരിച്ചു, ഇവൻ അവിടെ തന്നെ നിന്നു. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും അണ്ണാ? മിണ്ടായിരിക്കട, കാത്തിരുന്ന് കാണാം. ഇതെന്താ കഥ? കാലത്തെ മുതൽ ഈ വാനരന്മാരെ നമ്മളെ ഫോളോ ചെയ്യണല്ലോ. അവന് നമ്മളെ കുറിച്ച് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് അവന്റെ വരവ്. നിങ്ങളൊന്നും മിണ്ടണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. സുബ്രഹ്മണ്യോ, സുബ്രഹ്മണ്യോ, എവിടെയാടപ്പ? കളവാ, എന്നെ കണ്ട ശേഷമല്ലേ താൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചത്. ഇതിനിടയ്ക്ക് തന്നെ ഫോൺ റിങ്ങും ചെയ്തു. എന്താ അത്? ഇതെന്റെ ഫോണിന് ഇടയ്ക്കിടയ്ക്കുള്ള സൂക്കാണ്. അതെന്നെയാ ചോദിച്ചത്. സൂക്കെടുത്ത് എനിക്കോ തന്നെ ഫോണിനോ? ചിലപ്പോ എനിക്കും ചിലപ്പോ എന്റെ ഫോണിനും. എന്തിനാ എന്നെ ഫോളോ ചെയ്യണേ? എന്റെ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ കണ്ടു. ദാ ഇപ്പൊ ഇവിടെയും. എന്താ? ഒന്ന് തിരുമേനി, ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്തൊന്നുമല്ല. ഞങ്ങളോട് വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. സമയമാകുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും. അതുവരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാര്യം എന്താ വെച്ചാ പറയാ. ചാരി, ഇങ്ങോട്ട് വരിക. നോവ് ഇയാളെക്കാളെ ഭേദം തന്റെ ഫോൺ തന്നെയാ. ദേവായിരുന്നോ ഗുരുദേവ? വരിക ഇങ്ങോട്ട്. എന്തിനാ ഗുരുദേവ ഇങ്ങനെ കാരണേ? എന്റെ കൂടെ അകത്തേക്കൊന്ന് വരിക. ഞാനോ? എന്തിനാ? നീ കൂടെ ഇല്ലാച്ചാ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വൈക്ലഭ്യം. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതല്ലേ, പിന്നെന്താ ഒരു കുണ്ഠിതം? കാര്യം അതല്ലടാ. പ്രേമൊന്നും വേളിന്നൊക്കെ പറയണു, എന്നാ കാര്യങ്ങളോട്ട് വ്യക്തമാക്കണില്ല. എനിക്ക് അങ്ങോട്ട് നിർബന്ധിക്കാനും വയ്യേ. നീ ഒന്ന് സംസാരിക്ക. വരിക. ഭട്ടതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഉവ്വ്, പറഞ്ഞിരിക്കണോ. കുട്ടിക്ക് ഇഷ്ടക്കേടില്ലല്ലോ. അവന്റെ ഇഷ്ടത്തിന് എന്താ ഇവിടെ പ്രാധാന്യം? തീരുമാനം നമ്മുടെ അല്ലേ? എന്താണ് ഇത്? ഇവനിപ്പോ അവിടുന്ന് പുറത്തു വന്നു. ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ ഡ്രസ്സും മാറിയോ? പോടാ കൈക്ക് പണിയുണ്ടാക്കല്ലേ. ഉള്ള സത്യം പറഞ്ഞിട്ട് വണ്ടി വിട്ടോടാ. മതിയോടാ. ഇതെന്താടാ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിയ ഇതിനിടയ്ക്ക് അവൻ വേഷം മാറി വന്നതാ. അതോ ഇമാരിനി രണ്ടുപേരാണോ? ശാസ്ത്രികൾ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ അതൊരു തീരുമാനമായി. കുറവായി കാണണ്ട. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ മുൻകൈ എടുത്ത് ചന്തുവിന്റെയും ചാരിയുടെയും വേലി നടത്തുക. എന്തൊക്കെയായി പറയണേ? അവര് പറഞ്ഞത് ശരിയായ കാര്യാടാ. നോമാണ് കഥ അറിയാതെ ആട്ടം കണ്ടത്. മൂന്നും കൂടി ചേർന്ന് നമ്മെ വിഡ്ഢിയാക്കുകയായിരുന്നില്ലേ? ഗുരുദേവ, കൂടെ നിന്ന് എന്റെ കുതികാലി വെട്ടി. തെറ്റ് പറ്റിയത് എനിക്കാ. നടക്കട്ടെ, നോം കാണിച്ചു തരാം. ഗുരുദേവ,